ശ്രീ മനാഫ് റോറിയുടെ ശ്രീ മനാഫ് ചെയ്യുന്നു. മനാഫ് ഇന്നലെ 9 മണി വരെയെങ്കിലും രക്ഷാപ്രവർത്തനം തുടർന്നിരുന്നു. മനാഫ് ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇന്ന് രക്ഷാപ്രവർത്തനം നടന്ന രഞ്ജിത്ത് പറയുന്നത് ഇതിനോടകം തന്നെ NDRF സംഘം പിന്മാറി, പ്രധാനപ്പെട്ട സംഘങ്ങൾ പിന്മാറി, രഞ്ജിത്ത് അടക്കം പാവം പിടിച്ച കുറച്ച് പേരോട് നിൽപ്പുണ്ട് എന്നതല്ലാതെ മറ്റാരും ഇപ്പോൾ അവിടെ ഇല്ല. സമയം 8:15 ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ഒരു പ്രാണൻ ഇപ്പോഴും മണ്ണിനടിയിലാണ്. മനാഫ്, രഞ്ജിത്ത് സാറ് 10 മണി വരെ പണിയെടുക്കാനും ഇനി എത്ര ടൈം പണിയെടുക്കാനും തയ്യാറാണ്. പക്ഷേ അതോറിറ്റി അതിന് അനുവാദം നൽകണില്ല. ഒന്ന് ഇരുട് ഒന്നായിട്ട് ഒരു വെളിച്ച സൗകര്യങ്ങളൊന്നുമില്ല, ലൈറ്റോ അങ്ങനെ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അധികം സിറ്റിയിൽ നിന്ന് വലിയ ദൂരമൊന്നുമല്ല. ശ്രമിച്ചാൽ വെളിച്ചം മറ്റുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ശ്രമിക്കില്ല. ഹലോ, പക്ഷെ ശ്രമിക്കില്ല. ശ്രമം ഇതിപ്പോ 5 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോ 6ാമത്തെ ദിവസമാണ്. ഇവരെ ശ്രമം ഇപ്പം 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന കേസും ഉള്ളതിന് ഇത് ഒരു പ്രോപ്പർ കോർഡിനേഷനോ പ്രോപ്പർ എക്യുപ്മെന്റ്സോ മറ്റു ഒരു കാര്യവും ഇവരെ കയ്യിൽ ആ സമയത്തില്ല. ഇപ്പോഴുണ്ടോ? ഇപ്പോഴും ഇല്ല. ഈ റഡാർ വന്ന് ഇന്ന് മനാഫി റഡാർ വന്ന് ഇന്ന് 10:00 ഇന്ന് രാവിലെ 10:00 വന്ന് റഡാർ. നമ്മള് അതെ 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 ഇതൊക്കെ ഇപ്പൊ ഈ മീഡിയ ഇടപെട്ടോണ്ടല്ലേ റഡാറും മറ്റുള്ളതും ഒക്കെ വന്നത്. ഈ സാധനമൊക്കെ ഇപ്പോഴാ വന്നത്. ഇത് 5ാമത്തെ ദിവസമാണ് വന്നത്. നമ്മൾ ഡേ 1 മുതൽ ഇതിന്റെ പിന്നാലെ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. ഡേ 1 മുതൽ ഓടിയിട്ട് ഒരു റിസൾട്ടും ഇല്ല. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രഞ്ജിത്ത് സാറിനെ ഉള്ളോട്ട് കയറ്റി വിടാനാണ് ഈ അടിയൊക്കെ കിട്ടിയത്. എന്നാൽ രഞ്ജിത്ത് ഇന്നലെ നമുക്ക് ഇവിടെ എൻകൗണ്ടർ നമ്മുടെ ഇതേ ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് പറയുന്നുണ്ടായിരുന്നു 10 മണിക്കാണ് അങ്ങോട്ടേക്ക് പോക്കെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് പൈസ വാങ്ങി ചെയ്യുന്നതല്ല. രഞ്ജിത്ത് ഒരു സഹോദരന്റെ ജീവൻ രക്ഷിക്കാനുള്ള അദമ്യമായ ആഗ്രഹത്തിൽ പുറപ്പെട്ടു വന്ന ആളാണ്. പാപിടിച്ചവനാ. എന്നിട്ട് അവിടം വരെ വന്നപ്പോഴേക്കും നിങ്ങളോട് ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ് കാണിക്കാനാണ് പോലീസുകാരൻ പറയുന്നത് അല്ലേ? SP അല്ലെ അവിടുത്തെ SP നാരായണനോ? അതെ 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 ഭാഗ്യത്തിന് മൂപ്പര് സർട്ടിഫിക്കറ്റും അവാർഡും ഒക്കെ കൊണ്ടുവന്നതിനോട് കഴിച്ചില്ലായി. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കൂലേനു. താങ്കളെ പിടിച്ച് തള്ളുകയും ചെയ്തു. അത്ഭുതപ്പെടുകയാണ്. സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ നല്ല അടി കിട്ടി. വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നാണ് ബോധം വന്നത് ഫുൾ വീഡിയോ എടുക്കേണ്ടി. ആ വീഡിയോക്ക് വേണ്ടിയിട്ട് SP-യും എൻ്റെ ബ്രദറും തമ്മിൽ ഭയങ്കരമായിട്ട് ഉന്തും തള്ളും നടന്നിട്ട് വണ്ടി കയറിയിട്ട് ആ വീഡിയോ ആയിട്ട് താഴോട്ട് ഓടിക്കുക. അതെങ്കിലും കൊണ്ടത് കാണിക്കാനല്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ. നമ്മള് ഒരു തരത്തിലും അവർക്കൊരു ബുദ്ധിമുട്ടല്ല ശരിക്കും. മനാഫ് ഈ പറയുന്ന വാർത്ത വരുന്നതിന് മുൻപ് തന്നെ മനാഫ് അവിടെയുണ്ട്. ഈ വാർത്ത വന്ന് ഇത് എന്താണ് ഇത്ര ഇഷ്യൂ ആവുന്നതിന് മുൻപ് തന്നെ മനാഫ് അവിടെയുണ്ട്. ഈ പറഞ്ഞ GPS ലൊക്കേഷനായി പോലീസ് സംവിധാനത്തിലേക്ക് നിരന്തരം മനാഫ് അവിടെ പോകുന്നുണ്ട്. പലയാവർത്തി പോലീസിനെ കാണുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഒരു കേരളത്തിൽ നിന്ന് കൊള്ളാവുന്ന രക്ഷാപ്രവർത്തനം കൊണ്ടുപോകുമ്പോൾ അടിയും തരികയാണ്. അതെ 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 അതാണ് ഏറ്റവും വലിയൊരിത്. ഞാൻ പറയണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കർണാടക എന്നുള്ള ഒരു കോമ്പറ്റീഷൻ ആക്കി ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രശ്നത്തിന് ഒരു മനുഷ്യന്റെ ജീവൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ആര് അതിന്റെ ക്രെഡിറ്റ് കൊണ്ടായാലും അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അവിടെ. പക്ഷെ അത് നടക്കുന്നത് അത്ഭുതം തോന്നുന്നു. അമർഷവും അത്ഭുതവും ഒക്കെ തോന്നുന്നു. ഇത് 2 ദിവസം കൊണ്ട് തീർക്കേണ്ട പണി ഇങ്ങനെ ഇതായി പോയിട്ട് ഇപ്പൊ ഇത്രയും ദിവസം ചെയ്യണ എന്താ? ആ റോഡ് ക്ലിയർ ചെയ്യുക. ആ ക്ലിയർ ചെയ്യുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ബോഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനമോ കിട്ടിയാൽ അപ്പം നോക്കാന്നുള്ള. അപ്പൊ ബോഡി ഇപ്പൊ ഇന്നലെ രാവിലെ തന്നെ ഒരു പകുതി ഉള്ള ഒരു ബോഡി കിട്ടീനു. അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നോക്കുന്നത്. വേറെ എന്താ പറയാ സംവിധാനം വെച്ചിട്ടൊന്നല്ല. കിട്ടി എന്നുള്ള നിലക്ക് റോഡ് ക്ലിയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നത്. മനാഫ് അവർ നിസ്സംഗമായി നിൽക്കുന്നു എന്നതിൽ നമുക്ക് നമ്മുടെ അർജുനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യണം. അപ്പൊ അവിടെ നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇതിന്റെ പിന്നാലെ നിൽക്കുന്ന ആളെന്നുള്ള നിലക്ക് അവിടെ നിന്ന് മനാഫിന് സജസ്റ്റ് ചെയ്യാനുള്ളത് എന്താണ് സംസ്ഥാന സർക്കാരിനോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട്? ഇന്ന അടിച്ച ഉദ്യോഗസ്ഥന് അടിക്കുന്ന കന്നഡയിലാണ് സംസാരിക്കണം. എനിക്ക് കന്നഡ സംസാരിക്കാൻ അറിയാം. അപ്പോൾ കന്നഡയിൽ എന്നോട് ചോദിക്കാൻ ഒരു ഡ്രൈവർ അല്ലടോ എന്ന് അറിയാം.
ഞാൻ പറഞ്ഞ അല്ല സോറി, ആ ഒരു മനുഷ്യനാണ് ഡ്രൈവർ, പിന്നല്ലേ ഇത് മൊത്തം കമ്പയർ ചെയ്ത് പോണത് നമ്മള് എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറുടെ ജീവനൊക്കെ എന്തിനാണോ ഇത്ര വില കൊടുക്കുന്നത് എന്നാണ് അവിടുത്തെ എസ് പിയുടെ സംശയം അല്ലേ? ഒരു ഡ്രൈവറുടെ ജീവനല്ലേ എന്തിനാണ് ഇത്ര വില കൊടുക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഇത്ര ബഹളം വെക്കുന്നത് എന്നാണ് ആ എസ് പിയുടെ സംശയം അല്ലേ? അതെ അതെ, എന്ത് കളിക്ക്, അതെ അതെ അതെ. നമ്മള് ഒന്നാമത് 4 ബാരിക്കേഡ് 4 ഇടത്തില് ഇവര് ബാരിക്കേഡ് വെച്ചിക്കണ്. ഈ 4 സ്ഥലത്തും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉന്തും തള്ളും ഉണ്ടാക്കിയിട്ടാണ് ലാസ്റ്റ് പോയിന്റിൽ എത്തുന്നത്. ലാസ്റ്റ് പോയിന്റ് എത്തിയിട്ട് എസ് പി ഡയറക്റ്റ് ഞാൻ അങ്ങനെ വരുമ്പോഴത്തേ താഴത്തിനെ പറഞ്ഞിരിക്കണ് ഇവര് ഒരു കൂട്ടർ വരുന്നുണ്ട്, ഇവിടൊക്കെ പ്രശ്നം ഉണ്ടാക്കിയും കൊണ്ടാണ് മേലോട്ട് കയറി വരുന്നത് എന്നുള്ളത്. നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഒരു സ്പെഷ്യലിസ്റ്റ് ആളാണ് നമ്മൾ കൊണ്ടുവന്നത്. കേരളത്തിന്റെ മിനിസ്റ്ററും ബാക്കിയുള്ള ആളുകൾ ഇടപെട്ടിട്ട് കൊണ്ടുവന്ന ഒരു ആള് വരികയാണ്. ആ ആളെ നിങ്ങൾ അനുവദിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഒരു പോരായ്മ ഉണ്ട്. ഒരു പ്രൊഫഷണൽ ആള് ഇല്ലാത്തതിന്റെ കുറവ് അവിടെ നല്ല ഉണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് മനാഫ് വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമേ അല്ല, അത് അവർ ചെയ്യേണ്ടതാണ്. ഇത് അങ്കോളയിൽ സ്റ്റോപ്പില്ലാത്ത തീവണ്ടിക്ക് അങ്കോളയിൽ സ്റ്റോപ്പ് ഉണ്ടാക്കിയത് അടക്കം മനാഫിന്റെ ഇടപെടലാണ്. അങ്ങനെ കൊണ്ടുവന്ന ഒരാളെ കയറ്റിവിടുന്നില്ല, അടിതരാണ് മനാഫിന്. ഇതിനൊക്കെ വിളിക്കേണ്ട ഭാഷ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റില്ല. രാവിലെ മുതൽ ഓടി നടന്നിട്ടാണ് അവസാനം കളക്ടറും ബാക്കിയുള്ള ഓഫീസുകൾ ഓടി നടന്നിട്ടാണ് ഒരു മിനിറ്റ് അങ്കോലയിൽ ആ ട്രെയിൻ സ്റ്റോപ്പാക്കി തന്നത്. അതിനു വേണ്ടിയിട്ട് അങ്കോല റെയിൽവേ സ്റ്റേഷനിൽ പലവട്ടം ഓടി നടന്നിട്ട് റിക്വസ്റ്റ് ചെയ്ത് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റോപ്പ് കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവര് കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അവിടെ ഏകദേശം ഒരു 50 കിലോമീറ്ററോളം അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെയും വൈകുന്നേരം ആവും തിരിച്ചു വരാൻ രഞ്ജിത്ത് സാർ എത്താൻ. അപ്പോൾ അതൊക്കെ കഴിച്ചിലാക്കി. ഓൾറെഡി വെതർ മോശമായതുകൊണ്ട് കൊങ്കൺ ട്രെയിൻ വന്ന തന്നെ ഡിലേ ആയിട്ടാണ്. പിന്നെ ഇത്രയും 4 ബാരിക്കേഡിന്റെ അടുത്തും കച്ചറുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി റിക്വസ്റ്റ് ചെയ്ത് ഒക്കെ കളിച്ചിട്ടാണ് എത്തുന്നത്. വന്ന പാടന്നെ അവിടെ നല്ല ഒന്ന് കിട്ടിയപ്പോൾ റെഡിയായി. ഞാൻ അന്തം വിട്ടു എന്തിനെന്നുള്ളത്. പിന്നെ രഞ്ജിത്ത് സാറോട് ചോദിക്കാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ. മനുഷ്യരാണെന്നുള്ള സംശയമാണ്. ഇൻസെൻസിറ്റിവിറ്റി എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട് മനാഫ്. അതിന്റെ അങ്ങേയറ്റം സംവേദനമില്ലായ്മയുടെ അങ്ങേയറ്റത്തെ മനുഷ്യരാണോ എന്ന് പോലും സംശയം ഉദ്യോഗസ്ഥരാണ്. അറിയാതെ ഓരോ ഇൻസിഡന്റ്, അതെ ഓരോ ഇൻസിഡന്റ് കഴിയുമ്പോഴും നമ്മൾ കമ്പയർ ചെയ്തു പോവുകയാണ് കേരളത്തിനും കർണാടകനെയും. അതായത് കർണാടകനെ മൊത്തത്തിൽ പറയാൻ പറ്റില്ല, എന്നാലും അതായത് നമ്മളെ ഒരു മെക്കാനിസം ഇവിടുത്തെ ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മനാഫ്, ഇവിടെ ഒരു കുടുംബം കോഴിക്കോട് കാത്തിരിപ്പാണ് അർജുൻ തിരികെ എത്തുന്നത്. അർജുൻ എന്ന് പറഞ്ഞാൽ അവന്റെ സഹോദരനെ BSc ഇലക്ട്രോണിക്സ് പഠിപ്പിച്ച ആളാണ്, അവന്റെ സഹോദരിയെ BSc നഴ്സിംഗ് പഠിപ്പിച്ച ആളാണ്, ജോലി വാങ്ങിക്കൊടുത്ത ആളാണ്, ഒരു വീടിന്റെ നട്ടലായി നിൽക്കുന്ന ഒരാളാണ്. തിരികെ വരാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് ആ വീടിനോടൊരു സമാധാനം പറയണം മനാഫ്, എന്താണ് പറയുക? അതെ 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 ഞാൻ അവരോട് പ്രോമിസ് ചെയ്തിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമായിരിക്കും, ശ്രമിക്കുന്നുണ്ട്. തിരിച്ചു വരണം. ഏറ്റവും മിടുക്കനാണ്, ഏറ്റവും സമർത്ഥ ഇന്റലിജന്റ് ആളാണ്. ഒരു ജീവിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പിന്റെ അംശമേലും ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള ആളാണ് അർജുൻ. തിരികെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മനാഫ്, താങ്ക് യു. ഞാൻ തിരികെ